നിർണായകമായ മണ്ഡലങ്ങളുമുണ്ട്. കൽക്കാജി പോലെയുള്ള മണ്ഡലങ്ങൾ. അവിടെ ഡൽഹി മുഖ്യമന്ത്രി അതീഷ് ജനവിധി നേടുന്നു. അൽക്കാലാംബ അവിടെ മത്സരിക്കുന്നു അതീഷിക്കെതിരെ. അതുപോലെ തന്നെ ന്യൂഡൽഹി മണ്ഡലം, അതൊരു പ്രസ്റ്റീജിയസ് മണ്ഡലമാണ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കേജ്രിവാൾ വീണ്ടും ജനവിധി നേടുന്നു. വൻ ഭൂരിപക്ഷത്തിന് അരവിന്ദ് കേജ്രിവാൾ ജയിക്കാനുള്ള ന്യൂഡൽഹി മണ്ഡലത്തിൽ ഇത്തവണ എന്തെങ്കിലും അട്ടിമറി നടക്കുമോ? അവിടെ സന്ദീപ് ദീക്ഷിത് മത്സരിക്കുകയാണ് കോൺഗ്രസിനായി, പർവേഷ് ബാബു മത്സരിക്കുകയാണ് BJP-ക്കായിട്ട്. പക്ഷെ അവിടെ BJP-യും കേജ്രിവാളും തമ്മിലുള്ള കോൺടെസ്റ്റ് അല്ലേ, അത് ടൈറ്റ് കോൺടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ സന്ദീപ് ദീക്ഷിത്തിന്റെ കാര്യം എങ്ങനെയാണ്? സന്ദീപ് ദീക്ഷിത്തിന് അവിടെ വലിയ ഫാക്ടറായി വരുന്നത് ഷീല ദീക്ഷിത്തിന്റെ മകൻ എന്നൊരു ഇമേജ് സന്ദീപ് ദീക്ഷിത്തിനുണ്ട്. കാരണം സന്ദീപ് ദീക്ഷിത് നേരത്തെ ലോക്സഭാ അംഗമായിട്ടുണ്ട്. പക്ഷേ സന്ദീപ് ദീക്ഷിത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള MP ആയിരുന്നു. ന്യൂഡൽഹിയിലേക്ക് വരുമ്പോൾ ഷീല ദീക്ഷിത്തിന്റെ മകൻ എന്നൊരു ഇമേജ് സന്ദീപ് ദീക്ഷിത്തിനുണ്ട്. കഴിഞ്ഞ തവണ 5% താഴെ മാത്രമാണ് കോൺഗ്രസിന്റെ വോട്ട്, അതായത് 5000 താഴെ മാത്രമാണ് കോൺഗ്രസിന്റെ വോട്ട്. ആ വോട്ട് സന്ദീപ് ദീക്ഷിത്തിന് എന്ത് ചെയ്യാൻ കഴിയും? സാധാരണഗതിയിൽ ഇത് ആം ആദ്മി പാർട്ടിയിലേക്ക് പോയിരിക്കുന്ന ഭൂരിപക്ഷം വോട്ടും കോൺഗ്രസ് വോട്ടുകളാണ്, പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളാണ്. ആ വോട്ടുകൾ തിരിച്ചു വരുമോ? അങ്ങനെ തിരിച്ചു വന്നാൽ അത് കേജ്രിവാളിനെ എങ്ങനെ ബാധിക്കും? കേജ്രിവാളിന്റെ ഭൂരിപക്ഷം കുറയുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അട്ടിമറി ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഏതായാലും അവശേഷിക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഡൽഹിയിൽ സംഭവിക്കുന്നത്. ആം ആദ്മി പാർട്ടി എന്ന കോൺഗ്രസിനെതിരെ രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നാം വരവിൽ തന്നെ മികവ് കാട്ടുകയും അങ്ങനെ അധികാരത്തിലെത്തുകയും ചെയ്തതാണ്. ആ പാർട്ടിക്ക് കഴിഞ്ഞ 12 വർഷമായി ഡൽഹി ഭരിക്കാൻ കഴിയുകയാണ്. അത് അവർ നൽകുന്ന ഭരണ മികവ് എന്നുള്ളതാണല്ലോ അങ്ങനെ ഒരു ഭരണ തുടർച്ചയ്ക്ക് കാരണമാവുന്നത്. പക്ഷേ അത് സൗജന്യ സേവനങ്ങളാണ് ഇത്തരത്തിലുള്ള ഭരണ തുടർച്ച നേടുവാൻ ആം ആദ്മി പാർട്ടിയെ സഹായിച്ചിട്ടുള്ളത് എന്നുള്ള വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് BJP-യും കോൺഗ്രസിനും അതിന്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെയുള്ള സൗജന്യങ്ങൾ ഡൽഹിക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഡൽഹി ജനത മാറി ചിന്തിക്കുമോ? ആം ആദ്മി പാർട്ടി നൽകുന്ന സൗജന്യ സേവനങ്ങൾ തുടരുവാൻ BJP അധികാരത്തിലെത്തിയാലും കുഴപ്പമില്ല, അവരും നൽകുമെന്നുള്ള വിശ്വാസം ഡൽഹി ജനതയ്ക്ക് ഉണ്ടോ? അതേപോലെ തന്നെ ഡൽഹി മദ്യനയം, അതിലെ അഴിമതി ഏത് രീതിയിലാണ് ഡൽഹി ജനതയെ ബാധിച്ചിരിക്കുന്നത്, ഏത് തരത്തിൽ സ്വാധീനിച്ചിരിക്കുന്നു, ഇതെല്ലാം അറിയുവാൻ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഓരോ റീജിയൻ തിരിച്ചുള്ള ഫലസൂചനകളും ഞങ്ങൾ നൽകും. അതായത് ഇപ്പോൾ വെസ്റ്റ് ഡൽഹിയുടെ ഫലമാണെങ്കിൽ അവിടെ 10 സീറ്റുകളാണുള്ളത്. അവിടുത്തെ സൂചന ഏത് രീതിയിലാണ്, ന്യൂഡൽഹി അടങ്ങിയ പ്രദേശത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഓരോ റീജിയൻ തിരിച്ചുള്ള പ്രദേശങ്ങൾ തിരിച്ചുള്ള വിവരങ്ങളുമുണ്ട്. അതുപോലെ തന്നെ കീ കോൺടെസ്റ്റ്, ഏറ്റവും ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന പ്രമുഖരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഏത് രീതിയിലാണ് ജനവിധി വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ അറിയാൻ കഴിയും. മാളവ്യ നഗർ ഒരു പ്രധാനപ്പെട്ട മാൾവിയ നഗർ അതൊരു പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. അവിടുത്തെ ഫലസൂചന അല്പസമയത്തിനകം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂഡൽഹി മണ്ഡലം, ജംഗ്പുര മണ്ഡലം മനീഷ് സിസോദിയെ മത്സരിക്കുന്ന മണ്ഡലം മാറിയതിന്റെ ഗുണം മനീഷ് സിസോദിയയ്ക്ക് ഉണ്ടാവുമോ എന്നുള്ള കാര്യവും അറിയാനുണ്ട്. ജയിലിൽ കിടന്നയാളാണ് മനീഷ് സിസോദിയ. അത് ജനങ്ങൾ ഏത് രീതിയിലാണ് എടുത്തിരിക്കുന്നത് എന്ന കാര്യം അറിയുവാൻ ബാക്കിയുണ്ട്. ഏറ്റവും പ്രധാനം അരവിന്ദ് കേജ്രിവാളിന്റെ ഭാവി എന്താണ് എന്നുള്ളതാണ്. ഡൽഹിയിൽ അധികാരത്തിൽ നിന്ന് പോയാൽ ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കേജ്രിവാളിനും പിന്നെ ഭാവി എന്ത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവശേഷിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിന് ഇത്രയും വലിയ സീറ്റുകൾ കിട്ടിയത് അരവിന്ദ് കേജ്രിവാളിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടിയാണ്, ED-യുടെ നടപടിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, കേന്ദ്ര ഏജൻസികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിലയിരുത്തലുകളായി വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായിട്ട് ആം ആദ്മി പാർട്ടി ദേശീയ പാർട്ടിയാണ്. അപ്പോൾ ദേശീയ പാർട്ടിയായിട്ടുള്ള പദവിയിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് ഡൽഹി ആയിരുന്നു. അവരുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത്, അവരുടെ ബേസ് എന്ന് പറയുന്നത് ഡൽഹിയാണ്. അപ്പോൾ ഡൽഹി മാറി ചിന്തിക്കുമോ? ആം ആദ്മി പാർട്ടിയുടെ തിരിച്ചടിയായിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോ ആം ആദ്മി പാർട്ടി തന്നെ കഴിഞ്ഞ തവണയൊക്കെ എക്സിറ്റ് പോളുകൾ ഇത്രയും വലിയ വിജയമൊന്നും തന്നെ പ്രവചിച്ചിരുന്നില്ല. 45 സീറ്റൊക്കെയാണ് പ്രവചിച്ചിരുന്നത്. പക്ഷേ ആം ആദ്മി പാർട്ടി 60-ന് മുകളിൽ സീറ്റ് നേടി വിജയിക്കുകയും ചെയ്തു. അതുപോലെ എന്തെങ്കിലും ഉണ്ടാകുമോ? അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളൊക്കെ തെറ്റിക്കുന്ന പ്രകടനം ആം ആദ്മി പാർട്ടി നടത്തുമോ? അതോ 27 വർഷത്തിന് ശേഷം BJP വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഏതായാലും അവശേഷിക്കുന്നുണ്ട്. ഏതായാലും റിസൾട്ട്, ആദ്യ ഫലസൂചന അല്പസമയത്ത് തന്നെ വരും. ആദ്യ സൂചനയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ഇപ്പോഴും. ആദ്യ സൂചന എവിടെ നിന്നാണ്, ഏത് മണ്ഡലത്തിലാണ് ആദ്യത്തെ ഫലസൂചന കിട്ടുന്നത്? 70 സീറ്റുള്ള ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി എത്ര സീറ്റുകളിൽ തുടക്കത്തിൽ മുന്നേറാൻ കഴിയും? കോൺഗ്രസിനും BJP-ക്കും എത്രമാത്രം നേട്ടമുണ്ടാക്കാൻ കഴിയും തുടക്ക സമയങ്ങളിൽ എന്നുള്ള ചോദ്യമാണ്. നെഞ്ചെടുപ്പിന്റെ നിമിഷങ്ങളാണ് ഇപ്പോൾ. ആം ആദ്മി പാർട്ടിയോ BJP-യോ ആരാണ് ആദ്യ ലീഡ് എടുക്കുന്നത് എന്നുള്ള ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ. അല്പസമയത്തിനുള്ളിൽ ആദ്യ സൂചന കിട്ടിത്തുടങ്ങും. 1998-ൽ അധികാരത്തിൽ നിന്ന് പോയ പാർട്ടിയാണ് BJP ഡൽഹിയിൽ. അതിനുശേഷം ഭരണത്തിലേക്ക് എത്തുവാനുള്ള തീവ്ര ശ്രമമാണ് ഇത്തവണ BJP നടത്തിയത്. വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രമുഖ നേതാക്കൾ എല്ലാവരും കളത്തിലുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ നേരിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. പല സംസ്ഥാനങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിമാരെ എത്തിച്ച് ഓരോ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെയും സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതെല്ലാം വിജയത്തിലേക്ക് എത്തുമോ? അതോ
അരവിന്ദ് കേജ്രിവാളിന്റെ ഭരണവും അരവിന്ദ് കേജ്രിവാളിനെ കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും അത് ഏത് രീതിയിലാണ് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത്, ഡൽഹി ജനത ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നറിയാനുള്ള നിമിഷങ്ങളുടെ കാത്തിരിപ്പാണ് ഇനിയുള്ളത്. 8:10 ആയിക്കൊണ്ടിരിക്കുക.